സംഭവേ സീറോ ആക്കട്ടെ കേട്ടോ. 1260 കിലോമീറ്ററൊക്കെ ഓടിയിട്ട് നോക്കിയിട്ടില്ലല്ലോ. സീറോ. ഇവിടെ 216 കിലോമീറ്റർ ഇനി ഓടും. 11 മണിക്കൂർ 14.8 കിലോമീറ്റർ പെർ ലിറ്റർ. 8:48 പോവാം. നമുക്കെന്നാ പോവാ ചെങ്കളെന്നാ. അപ്പം ഇന്നത്തെ നിങ്ങളെ അവസാന ലാസ്റ്റ് ദിവസമാണ് ഈ വർഷത്തെ വെക്കേഷൻ്റെ. നാളെ സ്കൂൾ തുറക്കും. വെക്കേഷനായിട്ട് 2 രാവിലെ ഇവിടുന്ന് സ്കൂളിൽ ഇങ്ങനെ നടന്ന് പോകൂലേ. കഴിഞ്ഞു. സങ്കടം വരുന്നുണ്ടോ വെക്കേഷൻ കഴിഞ്ഞിട്ട്? സ്കൂൾ തുറക്കായിട്ട് ഇങ്ങനെ നാളെ മുതൽ എഴുതണം, വായിക്കണം, പഠിക്കണം. സ്കൂൾ തുറക്കായിട്ട് ഭയങ്കര പൊറുതിയേടായിക്കണ ഇപ്പൊ. എങ്ങനെയാലും സ്കൂളിൽ പുതിയ ബാഗും ബോക്സും ഒക്കെ കൊണ്ടുപോണ്ടേ. എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. നമുക്ക് അന്ന് പോവല്ലേ? നമുക്ക് ഇന്നാണ്ട പോണ അറിയാം. നമുക്ക് കരിന്തളം അത് പോയിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇന്ന് അങ്ങനെ നേരെ കരിന്തളത്തിന് വെക്കേഷൻ കുറെ, പിന്നെ 2 മാസം വെക്കേഷൻ, 2 മാസത്തെ വെക്കേഷന് ശേഷം കുറച്ച് മാറിക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ പറയുന്നുണ്ട്. നല്ല സുഖമാണ്. അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നു. കരിന്തളത്തിനാണ് ഇന്നത്തെ നമ്മളെ യാത്ര. അവിടെ ഒരു വീടും സ്ഥലം വിൽക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം. എങ്ങനെയുണ്ട്? ബസ് കാരണം അങ്ങോട്ട് വരണം അല്ലേ? രാവിലെ തന്നെ ബസ് ഇവിടെ വരെ വരികയാണെന്ന് എൻ്റെ സുഖമായിരുന്നു അല്ലേ? ഇവിടെ സ്ഥലമൊക്കെ ഉണ്ട് തിരിക്കാൻ. അങ്ങനെ നല്ല മഴക്കാറ് ഉണ്ടെന്ന്. രാവിലെ അവിടെ ഫുള്ള് മഴക്കാരല്ലേ. നാളെ മുതൽ പെരുമഴയായിരിക്കുമോ എന്താണാവോ? പുതിയ കൊടയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങണഞ്ഞേ ലേടാ. പുതിയ കൊട, പുതിയ ബാഗ്, എല്ലാ സാധനവും പുതിയ. അപ്പൊ നമുക്ക് പോവാം. കാലിച്ചാനെടുക്കത്തണം. കാലിച്ചാനെടുക്കാം എളുപ്പം. അടുക്കത്തോട്ട് നമ്മൾ ഇതിലല്ലേ പോലെ? ഇതിലെ പോയിട്ട് പറക്കളായിന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ പറ്റുമോ? പറക്കളായിന്നും പോയിക്കൂടെ? അതിലല്ലേ എളുപ്പം? കുറച്ച് എളുപ്പമായില്ലേ വരൂ അല്ലേ? അവിടുന്ന് ഇങ്ങോട്ട് 3-ാം മൈൽ വഴി ഇതിലെ ചുറ്റി വളഞ്ഞങ്ങോട്ട് പോകണ കഴിഞ്ഞാൽ കുറച്ച് എളുപ്പം. പിന്നെ അവിടെ ആയിട്ട് തോന്നുന്നുള്ളേ 3-ാം മൈലിന്ന് നേരെ പറക്കളായി വഴി എങ്ങോട്ടെത്തും? പറക്കളായിന്ന് പിന്നെ അങ്ങോട്ട് എത്തണം എണ്ണപ്പാറയിൽ നിന്ന് പിന്നെ കാലിച്ചാനെടുക്കും. ചെറുപുഴന്ന് വരുന്ന ബസ്സാണ്. ചെറുപുഴ ഭീമനടി ഇടഞ്ചാല് കുന്നുംകൈ വഴി. അപ്പൊ നമുക്ക് 3-ാം മൈൽ വഴി പോവാം അല്ലേ? ഇന്നത്തെ യാത്ര അതിലാക്കാം. യെസ്, അതിൽ നമ്മളിത് അധികം പോയിട്ടില്ല. നമുക്ക് 3-ാം മൈൽ എത്തിയിട്ട് കാണാം. അങ്ങോട്ടേ നല്ല മഴക്കാറാണ്. മഴക്കാലം ഇപ്പൊ നാളെ മുതൽ മിക്കവാറും മഴക്കാലാണ് തുടങ്ങൂലേ? തുടങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ നമ്മള് 3-ാം മൈൽ എത്തിയപ്പോ ഇനി ഇവിടെ നിന്ന് തിരിയണം നമുക്ക്. എന്നിട്ട് നേരെ പറക്കളായി വഴി ഇന്ത വഴി പോയിട്ട് നമുക്ക് പോയി നോക്കാല്ലേ. ഈ വഴി നമ്മൾ അധികം വന്നിട്ടില്ലല്ലോ. ഇങ്ങോട്ടൊക്കെ മഴ പെയ്തല്ലോ. പെയ്തു പോയല്ലോ ഇവിടെ. നമ്മക്ക് എന്താ പെയ്യാത്ത? ചില സ്ഥലത്തോട്ട് നല്ല മഴയും ചില സ്ഥലത്തോട്ട് മഴയില്ലല്ലേ. ഇപ്പോൾ ഈ വീട് പെയിന്റ് ഒക്കെ അടിച്ച് പുതിയതാക്കിയത്. ഇങ്ങോട്ട് വന്നിട്ട് പെയ്തു പോയിട്ടോ. കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം. ഈ ഒരു ഏരിയയിൽ സ്ഥലങ്ങളൊക്കെ വെക്കാണ്ടെങ്കിൽ വിളിച്ചോളി, പരസ്യം ചെയ്യാൻ നമ്മൾ റെഡിയാണ്. വീട് എത്ര ആയല്ലോ അവിടെ? ഇതില് വന്നിട്ട് ഇപ്പൊ കൊറേ ആയി. വന്നിട്ട് നമ്മള് കൊറേ ദിവസമായല്ലോ. അങ്ങക്ക് നിങ്ങളെ റൂട്ടല്ലേ അത്? സ്കൂളിൽ പോകുന്ന റൂട്ട്. ഇനിയിപ്പോ ഡെയിലി ഇതിലായിരിക്കും നിങ്ങളെ യാത്ര അല്ലേ? ഡെയിലി ഇതിലെ തന്നെ ആയിരിക്കും നിങ്ങളെ. ഇതിലിങ്ങനെ പോയിട്ട് അപ്പുറം ആ സോളാർ പാർക്ക് കാണാം. ഇതൊരു ഭയങ്കര വളവും തിരിവൊക്കെ ഉള്ള റോഡായിരിക്കും കേട്ടോ. പിന്നെ ഈ റോഡ് കുറച്ചൊരു മോശമുണ്ട്. കെട്ട്, നല്ല രസമുള്ള കെട്ടില്ല. അവിടെ പുതിയ വീടായി.
പക്ഷെ ഇങ്ങനെ ഇതായിട്ട് കെട്ടണം, 2 കല്ലിട്ടാണ്ട്. എന്നാ അനങ്ങ പോലുമില്ല, പൊളിയൊന്നും ഇല്ലല്ലേ. നമ്മളെ നിക്കുന്ന വീട്ടിലുണ്ടല്ലേ 2 ഇതിട്ട് കെട്ടിയിട്ട് ആ മാവ് വീണിട്ട് അനങ്ങിയിട്ട് പോലുമില്ല. അത് സെറ്റപ്പായിട്ട് കിട്ടും. അങ്ങനെ ഗൈസ് ഒരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ റബ്ബറെല്ലാം മുറിച്ച് കളഞ്ഞല്ലോ അവര്. അവിടെ റബ്ബറല്ലായിരുന്നോ? ഇവിടെ ഫുള്ള് വെള്ളമായല്ലോ ഇപ്പൊ തോട്ടിലൊക്കെ. വമ്പനൊരു കയറ്റത്. അത് കേറിയാണ്ട് വരണമെങ്കിൽ എത്താൻ പണിയല്ലേ. നല്ല കയറ്റാണ് ഇവിടെ. മെല്ലേ കേറുള്ളൂ അല്ലേ. പൂച്ചക്കുഞ്ഞിരിക്കുന്ന പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. തണുപ്പ് കിട്ടാൻ വേണ്ടി ഇരിക്കുന്നതാണ്, രാവിലത്തെ ചൂട് കിട്ടാൻ വേണ്ടിട്ട്. ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതാണ് ഞങ്ങളെ കുഞ്ഞു വാവയാണിത്. ഒരു കുഞ്ഞു വാവ പുറകിലും കുഞ്ഞു വാവയാണിത്. മംഗലാപുരത്തുനിന്ന് കിട്ടിയതാണ് ഞങ്ങക്ക് അല്ലേ. അതെ. റോഡ് കുറച്ച് പോയിട്ടുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അങ്ങനെ പറക്കളായി എത്തി നമ്മള്. പറക്കളായി, ഇതാണ് നമ്മളെ പറക്കളായി. നമ്മളെ സ്ഥിരം കടയായിരുന്നത്, സാധനങ്ങളൊക്കെ മേടിക്കുന്ന സ്ഥിരം കട. ചെറിയൊരു ടൗൺ അല്ലേ. ഞങ്ങൾ ഇവിടെ കുറെ കാലം നിന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് നേരെ പോയാല് ഇതിലേ പോവല്ലേ. നേരെ പോയാല് ഇങ്ങോട്ട് എത്തുക ആനക്കുഴിയോ? വണ്ടി ഉണ്ടോ? ബാക്കിൽ വണ്ടി ഉണ്ടോ? ആ വഴി പോവാം. വണ്ടി ഉണ്ടോക്ക്? വണ്ടിയില്ല. എണ്ണപ്പാറ 7-ാം മൈൽ കാലിക്കടവ് അവിടെ നമ്മൾ പോയില്ല. എതിരേ പോവാം. അതിലായിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങോട്ടായിരുന്നു നമ്മൾ എത്തല്? അതിൽ നമ്മൾ ചായത്തിന് പോണ വഴിയല്ലേ. മൊത്തത്തില് പാളി. ഏത് വഴി എങ്ങനെ പോണെന്നൊന്നും ഒരു പിടുത്തല്ലാതെ ആകെ ഇതായില്ലേ. എന്നൊന്നും ഇങ്ങനെ പോക്കായോണ്ടേ. പിന്നെ തലങ്ങും വിലങ്ങും റോഡായോണ്ട് ഡെയിലി പോണെന്നൊരു ഇത് കിട്ടൂല. ഈ പേര് ഭയങ്കര ചോറയാണ് ഇവിടുത്തെ. ഇന്ന് നമുക്ക് പോകേണ്ട കരിന്തളാണ്. അത് നമുക്ക് നീലേശ്വരത്തുനിന്ന് വരാം. നീലേശ്വരം ഇല്ല, നീലേശ്വരം വഴി വരാം. അതിൻ്റെ അടുത്താ. ഇവിടെ ഒന്നും റബ്ബർ പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ലല്ലോ. കഴിഞ്ഞാലത്തെ പ്ലാസ്റ്റിക്കാ? കഴിഞ്ഞാലത്തെ ഇക്കൊല്ലം ഇട്ടില്ല. കൊല്ലം പ്ലാസ്റ്റിക് ഇടല് കുറവാ. എല്ലാരും ആരും ഇടുന്നില്ല. പ്ലാസ്റ്റിക് ഇട്ട് കാണുന്നില്ല അല്ലേ. കുറെ വില ഉണ്ടായിട്ട് ആരും എന്താ പ്ലാസ്റ്റിക് ഇടാത്ത? 200-250 രൂപ വില ഉണ്ടല്ലോ. മാപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ചോറയൊന്നുമില്ല. മാപ്പ് നോക്കി എങ്ങനെ അങ്ങോട്ട് പോകാം. ഇപ്പൊ നമുക്ക് കുറച്ച് മരം എടുത്താലോ? പണിക്കാരൊക്കെ കിട്ടുകയാണെങ്കിൽ പണിക്കാരെ കൊണ്ട് വെച്ച് ആരെങ്കിലും നിർത്തിയാൽ മതിയല്ലേ. പക്ഷെ നമ്മളെ മെഷീൻ നാട്ടിലേക്ക് എത്തിയില്ലേ. അത് നല്ല പിന്നെ നാട്ടിൽ പോയിട്ട് എടുക്കണം. നാട്ടിൽ വരുമ്പല്ലേ. നാട്ടിലാകുമ്പോ പിന്നെ പണിക്കാരെ ഇഷ്ടം പോലെ കിട്ടും. ഇവിടെ പിന്നെ പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും വെച്ചാൽ ഞങ്ങൾ ഈ കിട്ടുന്ന തോട്ടമൊക്കെ ഫുള്ള് പാട്ടത്തിന് വേറുള്ള ആൾക്കാർക്ക് എടുത്തുകൊണ്ട് കൊടുക്കല. നല്ലൊരു തെങ്ങും തോട്ടം. ഇവിടുത്തെ റബ്ബറൊക്കെ മുറിച്ചിട്ട് അപ്പുറത്തെ തെങ്ങും തോട്ടം കണ്ട. തെങ്ങും തോട്ടം നല്ലൊരു തോട്ടല്ലേ. റോഡ് ഇങ്ങനെ കുത്തിക്കുലുക്കാണ് ഫുള്ള്. കിരികിരാന്നാവുണ്ട്. ഇവിടെ കുറച്ചും കൂടി ഉള്ളു. ഇങ്ങനെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോണത് അല്ലേ. ഗ്രാമപ്രദേശം. കാസർഗോഡിലുള്ള ഓരോ റോഡും നമ്മളെ കൈവെള്ളയിലാണ്. ഈ കാടിന്റെ ഇവിടെയൊക്കെ ചക്കേന്റെ മരമൊക്കെ ഉണ്ടല്ലോ. പ്ലാവ്
അടിയുണ്ടാവില്ലല്ലോ. വാ നല്ലൊരു പാടം. കുറച്ചുള്ളല്ലോ ഇവിടെ. അങ്ങോട്ട് കവുങ്ങ. ഇറങ്ങാനോ? അയ്യങ്കാവ് എത്തി. അയ്യങ്കാവ് അങ്കണവാടി അവിടെ താഴെ. ഓടിയത് ഈ തോട്ടം പ്ലാസ്റ്റിക് ഇട്ടുണ്ടോ മേലത്തെ? കണ്ട കാടായിട്ടൊക്കെ തോന്നും, പക്ഷെ ഇല്ല ഇല്ലേ? ഇല്ല, പെരുങ്കാടാ. കാണുന്നില്ല അല്ലേ? അങ്ങോട്ട് കാണുന്നില്ല, കൊല്ലിട്ടിട്ടില്ല. ഇവിടേക്ക് ഫുള്ള് അങ്ങ് പാടവും അങ്ങനെ തലക്കല് വീട്. കാസർഗോഡിന്റെ ഒരു ഭംഗിയാണിത്. ഇവിടെ ഫുള്ള് കവുങ്ങും തെങ്ങും അല്ലേ? പിന്നെന്താ വെച്ചാ കൊറേ ഏക്കർ കണക്കിന് സ്ഥലമാന്ന് അവിടെ കവുങ്ങും തെങ്ങൊക്കെ വെച്ച് നോക്കി. ആൾക്കാർക്കേ കൂടുതൽ സ്ഥലമുള്ളതുകൊണ്ട് വീടുകൾ കാണല് കുറവാ. അപ്പൊ അവിടെ ഒരു വീട്, കുറെ അപ്പുറത്താ പിന്നെ വേറൊരു വീടുകൾ. ഇങ്ങോട്ടൊക്കെ വീടുകൾ അടുത്തടുത്ത്. റോഡുണ്ട് കേട്ടോ. റോഡ് ഏത് സ്ഥലത്തും നല്ല നല്ല റോഡുകളുണ്ട് അല്ലേ? ബൊലേറോ വരുന്ന കാണാൻ സ്റ്റൈലുണ്ടോ? ലുക്കാണ്, ലുക്ക് അല്ലേ? നമ്മളീ ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് മാറ്റണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടില്ലല്ലോ ഇതുവരെ. ഇല്ല. എന്തുകൊണ്ടാണ്? എല്ലാത്തിനും പറ്റിയ വണ്ടിയല്ല അത്. റബ്ബറൊക്കെ ഇവിടെ വെട്ടണ തന്നെയല്ല, ഇവിടെ ഇല്ല. താഴെ റബ്ബർ തന്നെയാ. മലേന്റെ മുകളിലൊക്കെ കേറാൻ പറ്റിയ വണ്ടിയാണ്. എല്ലായിടത്തോട്ടും കൊണ്ടുപോകാം, പിന്നെ എല്ലാവർക്കും പോകാം. മെയിൻ്റനൻസ് കുറവ്. എണ്ണ അടിക്കൽ മാത്രമാണ് കുറച്ച്. എണ്ണ പൈസ നല്ല ചെലവാ. 7 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. ഇവിടെ 7 പേർക്ക് കാണിച്ചു കൊടുത്തേച്ചു. എട്ടാക്ക് വേണേ പോലെ പോവാം. കിളിക്കുഞ്ഞിങ്ങോട്ട് വന്നേ. ഞങ്ങളെ ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ ഒരു ഇരുട്ട് പോലെ അല്ലേ? ഇരുട്ട് ഫുള്ള് റബ്ബറിന്റെ ഒരു ഇത്. റബ്ബറിന്റെ ഏരിയ, ഇടത്തും വലതും റബ്ബർ തോട്ടത്തിന്റെ നടുവിലൂടെയുള്ളൊരു യാത്ര. അങ്ങനെ ഇപ്പൊ എവിടെയോ എത്തിയിട്ടുണ്ട്. എത്തിയല്ല, എണ്ണപ്പാറ അല്ലത്. ആ എണ്ണപ്പാറ എത്തിയില്ലേ? ഓ എന്താണ് വാഴത്തണ്ടോ നീട്ടങ്ങോട്ട് എറിയാണ് റോഡിന്റെ അപ്പുറത്തോട്ട്. അങ്ങനെ എണ്ണപ്പാറ എത്തി നമ്മള്. ഇതാണ് എണ്ണപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് നേരെ താഴോട്ട് വലത്തോട്ട് നിക്കടാ. മഴക്കാറ് കേറുന്നുണ്ട്. അത് പെയ്യലുണ്ടാവില്ലായിരിക്കും എന്നൊക്കെയാണ് തോന്നണേ. പെയ്യൂലേ? ഞായറാഴ്ച അല്ലേ? ഇന്ന് ഞായർ. നാളെയോ? തിങ്കൾ. എല്ലാരും പള്ളിയിൽ പോകണ്ടല്ലോ രാവിലെ തന്നെ. ആ എല്ലാരും പള്ളിയിൽ പോയി വരിക തോന്നുന്നുണ്ട്. പോയി വരിക തോന്നുന്നുണ്ട്. നേരല്ലേ? ഉളിക്കാൽ ഭഗവതി ക്ഷേത്രം. ഏതാ മുതല് റോഡ്? കിട്ടു റോഡിലടാ ഫുള്ള് മൊട്ടക്കുന്നുകളാട്ടോ. ഫുള്ള് വെട്ടുകല്ല്. വെട്ടുകല്ലൊക്കെ വെട്ടാണെങ്കിൽ വെട്ടാൻ പറ്റുന്ന ഏരിയ ആണല്ലേ? അതുപോലെ തോന്നൂലേ അവിടെ? ഇറക്കായി. റബ്ബർ മയം. പൊതുവെ ആരും റബ്ബർ ഇപ്പൊ വെട്ടണില്ല എന്നല്ല, പ്ലാസ്റ്റിക് നോക്കുന്നല്ല. കാട് കേറി കിടക്കുക.
ഇനി സൈഡിൽ കൂടെ ഒക്കെ നോക്കിയ പയറുവള്ളി തോട്ടത്തിൽ കൂടെ വളർന്ന് നിറഞ്ഞ് ഇതിലെല്ലാം എത്തി. നമ്മളെ ഹയർ സെക്കൻഡറി തായന്നൂര് ഗവൺമെന്റ് ആണോ? ഹയർ സെക്കൻഡറി തായന്നൂര്. തായന്നൂര്. അങ്ങനെ തായന്നൂര് ടൗണിലേക്ക് എത്തി നമ്മള്. തായന്നൂർ ഒരു 3 കൂടി ഒരു ജംഗ്ഷൻ അല്ലേ? എവിടെ റൊണാൾഡോയോ? അവിടെ ഉണ്ട്. എന്റെ മോനെ കണ്ട് ആദ്യമായിട്ട് റൊണാൾഡോ. എൻ്റെ ഒരു റൊണാൾഡോക്കാരൻ ചിന്നുകുട്ടൻ്റെ ടീമാണ് അല്ലേ? ക്രിസ്ത്യാനിയോ ഈ വണ്ടിയാണ്ടേ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആൾക്കാർ വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പള്ളിയാണ്ടേ താഴെ. തൊട്ട് അടിപൊളി തോട്ടാണ്. പ്രാവുകളുണ്ട് അല്ലേ? ഉദയ വണ്ടികൾ കുറവാണല്ലോ ഇന്ന്. റോഡ് വലിയ കുഴപ്പമില്ല. ഈ റോഡിന് വണ്ടികൾ കുറവാ. നമ്മളതിന് തിരക്കുള്ള റോഡിൽ കൂടെ അധികം പോക്കില്ലല്ലോ. നമ്മള് ഇതേപോലെ ഉള്ള ഏരിയകൾ ഇങ്ങനെയുള്ള റോഡിനെ നമ്മൾ പോകുള്ളൂ. തിരക്ക് നമുക്ക് ഇഷ്ടല്ല. ഫ്രീ ആയിട്ട് നടക്കണം അല്ലേ? എങ്ങോട്ടാണ് ബസ്? അടുക്കം തായന്നൂര് ഇതുവരെ പോകുന്ന ബസ്. വളഞ്ഞാണ് റോഡ് കിടക്കണേ. അടഞ്ഞടുത്ത വളവായി. സംഭവം രസാതിലെ പോകാൻ. കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകാം. അവിടെ പുതിയ കവുങ്ങ് തൈ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. പ്രാവശ്യം വെച്ചാ തോന്നുന്നുണ്ട്. നട്ടിട്ടുള്ളൂ. കുറച്ചൊക്കെ വളർന്നു. വലിയ തൈ നോക്കി കൊണ്ടുവന്ന് വെച്ചാ തോന്നുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇട്ട ഒരു തോട്ടം കണ്ടിട്ടുണ്ടോ? ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇങ്ങോട്ടൊന്നും ഇട്ടില്ല. എത്തിയില്ല അല്ലേ? ഇടാൻ പറ്റൂല, പട്ടയില്ല. ചിലപ്പോഴും ആയിരിക്കും എവിടെയെല്ലാം ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ കാലിച്ചാനടുക്കൻ ടൗണിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാലിച്ചാനടുക്കൻ ടൗണിലേക്ക് എത്തും. അങ്ങനെ നമ്മള് കാലിച്ചാനടുക്കം എത്തിയിട്ടുണ്ട് കേട്ടോ. പഠിച്ച കോളേജൊക്കെ അവിടെ അതല്ലേ? എത്ര കാലം പോയി? കുറച്ചു കാലം. സ്കൂളിലാണോ? അവിടെ കോളേജാണ്. ഡിഗ്രി ഞാന് ഓളെ ഞാൻ ഡിഗ്രി കൊണ്ടേ ചേർത്തി. ഓള് പോകുവോ അല്ലേ? പോകണ്ടേ പഠിക്കാൻ. ഓട്ടോക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഓട്ടോയെല്ലാം ആടാ. നമ്മളെ കാലിച്ചാനടുക്കം ടൗണിൽ കൂടിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു കട കണ്ടല്ലോ. ഇവിടെ ഇനി സ്കൂൾ വരുന്നുണ്ട് കേട്ടോ. ഹൈസ്കൂളല്ലേ ഇത്? അതോ ഹയർ സെക്കൻഡറി ആണോ? നോക്കാം. ഹൈസ്കൂളാണ്. കാലിച്ചാനടുക്കുണ്ട്, കാലിച്ചാമര ഉണ്ട്, അങ്ങനെ കുറെ സംഭവം ഉണ്ടല്ലോ. കാലിച്ചാമ്പൂതി എന്താണ്? കാലിച്ചാമ്പൂതി ഉണ്ട്, കാഞ്ഞിരത്തിങ്കാലുണ്ട്. നമ്മളെ നാട്ടിലുണ്ട് ഇങ്ങനെ വെറൈറ്റി പേരുകളിലെ. നമ്മളെ നാട്ടിൽ നമ്മളിങ്ങനെ ഉള്ളേരിയയിൽ കൂടെ അങ്ങനെ അധികം പോക്കില്ലല്ലോ. നാട്ടിൽ കൂടെ നമ്മള് ഇങ്ങനെ നമ്മളെ നാട്ടിൽ കൂടെ അധികം പോയിട്ടില്ല. കാലിച്ചാനടുക്കം പള്ളിയാണ് കാണുന്നത്. ക്രിസ്ത്യൻ പള്ളി കണ്ടോ? നല്ല സൂപ്പർ പള്ളിയാണത്. കാണാൻ നല്ല സ്റ്റൈലില്ലേ? നല്ല ഭംഗിയാണത്. ഇന്നിപ്പോ പണി പാടുവോ? മഴ പെയ്ത്. ഇത് കൺവെൻഷൻ സെന്റർ ആണല്ലേ? മഴ ചാറാൻ തുടങ്ങിട്ടോ.
പെയ്തു. തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ പൊടി പൊടിയായിട്ട് ചാർന്നുണ്ട്. മിക്കവാറും പെയ്യും കുറച്ച് കഴിയുമ്പോഴത്തേന്. പെയ്താൽ പെടും. പെയ്താല് വീഡിയോ എടുക്കല് പോളൂ അല്ലേ? കുറച്ച് സമയം പോരെ. ആടാ ബ്രസീലിന്റെ കൊടി ഉണ്ടോ? ബ്രസീലിന്റെ കൊടി ഉണ്ടോ? ഞങ്ങളുടെ ടീമിന്റെ കൊടി കണ്ടോടാ. ആടാ ഉണ്ടൊക്കെ കപ്പന്നിട്ട് എവിടെ എത്തിപ്പം? എവിടെയോ എത്തിണ്ട്. റെഡ് കളർ വണ്ടിയില്ലേ? അടുത്ത ടൗൺ ഇപ്പൊ ഏതാ? പേര് മറന്നല്ലോ. മൂന്നും കൂടി ജംഗ്ഷൻ ഉണ്ടല്ലോ. എവിടെയാണ്? ചായോത്ത അല്ല ചായ ചോയങ്കോട്. മഴ അങ്ങനെ ഗൈസ് മഴക്കാലം തുടങ്ങി ഗൈസ്. നല്ല മഴക്കാലം തുടങ്ങിയിരിക്കുന്നു. പൊടിയിട്ട മാവ് എന്താണ്? പൊടിയിട്ട മാവ്. നേരത്തെ ഒരു റെഡ് കളർ വണ്ടി പോയില്ലേ? അതിന്റെ ഒരു വീല് ഇങ്ങനെ ഇതാവുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ്. അങ്ങനെ ഗൈസ് മഴ വരുന്നു, മഴ പോകുന്നു. ഈ സാധനം ഇതാണ് ഇജ്ജ് പറഞ്ഞത്. എന്താന്നറിയില്ല. ഇതിന് ഇതെന്താ അറിയോ? ഇതെന്തോ ഒരു മരമാണ്. ഇത് നട്ടുപിടിപ്പിച്ചിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അതിനകത്ത് കുരുമുളക് വെക്കുന്നത്. അതിനുള്ളത്. പക്ഷെ ഞാൻ നമ്മള് കണ്ട് വേറെ ഈ ഇടയ്ക്ക് ഞാൻ ഏതൊരു അതന്നെ ആന്നോട്ടെ കറക്റ്റ് എനിക്കറിയാല. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും അങ്ങനെ പറയണ്ട ഒരു ഇങ്ങനെ മരം വെച്ചാൽ എന്നിട്ട് അതിൽ ഇങ്ങനെ കുരുമുളക് വളർത്തുക എന്നൊക്കെ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്ത് പോയപ്പോഴാണ് ഞാൻ കണ്ടത്. കറക്റ്റ് എനിക്കറിയാലോ. ഇതിലെ ബസ് വന്നു. മഴയും പോയല്ലോ. ചെറുങ്ങനെ ഉള്ളു ഇപ്പൊ. ഈ ബ്രസീലിന്റെ ടീമില്ലേ? അതില് നെയ്മർ ജൂനിയർ ഉണ്ട്. നെയ്മർ ബ്രസീൽ പറഞ്ഞ ടീം ഏതാന്നാ വിചാരിച്ചത്? അതിന്റെ പോർച്ചുഗലിന്റെ ടീം പോലെ ഒന്നും അല്ല ബ്രസീല്. ഇപ്രാവശ്യം കപ്പ് ഞങ്ങൾക്കാണ്. ഇപ്രാവശ്യം കപ്പ് ഞങ്ങൾക്കാണ്. പക്ഷെ ഫുട്ബോളിന് ഫുള്ള് ജയിക്കണ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ? ബ്രസീലൊന്നും ജയിക്കൂല. ഇത് നോയിക്കോ. എന്ത് വേണേലും പ്രാവശ്യം കളി കാണാതിരിക്കാൻ കളിഞ്ഞു രാത്രി. പിന്നെ കളി കാണണ്ടേ? വെളുപ്പിനൊക്കെ ആയിരിക്കും കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങലിഞ്ഞ്. വേൾഡ് കപ്പ് നമുക്ക് ഹരവാണ്. ഈ കർണാടകക്കാരനായതുകൊണ്ട് എനിക്കൊരു ഗുമ്മില്ലാത്ത. മലപ്പുറത്ത് ജനിക്കണായിരുന്നു. ഇനി മംഗലാപുരത്ത് ജനിച്ചു. അതുകൊണ്ടാണ്. ഈ പന്തളി പറഞ്ഞാ എന്താ പറയാ? എനിക്ക് ഇവിടെ ചോദിച്ചാ മതി. മലപ്പുറത്തേക്ക് പോവാ. നമ്മളെ ഗ്രൗണ്ട് എല്ലാം പോയി വന്നിട്ടല്ലേ? കറകൊണ്ടപ്പോ ഗ്രൗണ്ട് ഇല്ല. എന്താ അവിടെ ഇതായത്? ഒഴിവാക്കിയോ? വേറെ ആരുടെ സ്ഥലമാണെന്ന് എന്താ പറഞ്ഞോണ്ട് എന്തൊക്കെ കേസ് സർവേ വരുമ്പോ എല്ലാം ഓരോരുത്തരുടെ പേരിലാവും. നമ്മള് വേറൊരാളെ പറമ്പിലായിരുന്നു ഇത്രയും കാലം കളിച്ചോണ്ടിരുന്നത്. അന്നറിയില്ലേ? അത് ഗ്രൗണ്ടാണ് പറഞ്ഞാണ്ട് നമ്മളങ്ങനെ നടന്ന്. അങ്ങനെ ഗൈസ് ഇവിടെ മരത്തിനൊക്കെ പ്ലാസ്റ്റിക് ഇട്ട് തുടങ്ങിയല്ലോ ഇവിടെ. ഇട്ട് കഴിഞ്ഞല്ലോ. ടാപ്പിങ് ഇപ്പൊ എല്ലാവർക്കും മടിയായില്ലേ? അതെന്താ വെച്ചാലേ ഇപ്രാവശ്യം മഴ അത്ര അധികം പെയ്തിട്ടില്ല. അപ്പൊ കുറച്ച് വൈകുമായിരിക്കും പെയ്യാ. ഒരു ജൂൺ 15 ആകുമ്പോഴത്തേന് ഇടാന്നും കണ്ടാവും എല്ലാരും കണക്ക് കൂട്ടിക്കണേ. നമ്മളൊരു കൊല്ലം അങ്ങനെ പെട്ടിക്കണ്. കുറച്ചാകട്ടെ അങ്ങനെ ചവിട്ടി പിടിച്ച് നിന്ന് ലാസ്റ്റ് മഴയാണ് തുടങ്ങി. മഴയാണ് നിക്കണില്ല. നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ടാ പോണ്ടേ? ഇനി ഇവിടുന്ന് ഇടത്തോട്ടായിരിക്കും. ഇതിപ്പോ ഇവിടെ എത്തിയില്ലേ? ചോയങ്കോട് എത്തി. ലച്ചു ഉറങ്ങട്ടെ. ലച്ചുവിന് ഉറക്കം വരുന്നുണ്ട്. രാവിലെ കുറെ വിളിച്ചിട്ട് എഴുന്നേറ്റ്. അപ്പൊ ചോയങ്കോട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇടത്തോട്ടാണ്
പോണ്ടി. ചിറ്റാരിക്കൽ 24, ഭീമനടി 17, ചോയങ്കോട്. എന്താ നമ്മള് പോണ്ട സ്ഥലത്തിന്റെ പേര്? കരിന്തളം. കരിന്തളം. മിക്കവാറും മഴ പെയ്യും. പെയ്തു 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 പെട്ട് ചിങ്ക ചിങ്ക ചിങ്ക. അതെന്തായിരിക്കണേ? ബിൽഡിംഗ് കണ്ടോ പണി തട്ടി. പണി കഴിഞ്ഞില്ല. ഇപ്പൊ നമ്മൾ കിഴക്കോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീലേശ്വരത്ത് നിന്ന് വരുന്ന റോഡിൽ നിന്ന് കൊന്നക്കാടേക്ക് പോകുന്ന റോഡ്, അതല്ലെങ്കിൽ ചിറ്റാരിക്കൽ ചെറുപുഴയിലേക്ക് പോകുന്ന റോഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മനോഹരമായ കാഴ്ചകളും കണ്ട് ഞങ്ങളിങ്ങനെ മഴയുടെ വൈബ് ആസ്വദിച്ച് സഞ്ചരിക്കുകയാണ്. സമയം രാവിലെ 9:26 കറക്റ്റ് പറയുകയാണെങ്കിൽ. ഇതിൽ 9:27 മിനിറ്റ് ഇങ്ങോട്ടൊക്കെ മാറ്റണ്ടാവും. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ കരിന്തളത്തെത്തുന്നതാണ്. കൊട എടുത്തുണ്ടോ? കൊട ഉണ്ട്. ആ വലുതും ഉണ്ട്, പിന്നെ ആ ചെറിയ പിങ്ക് കൊട ഉണ്ട്. മതി, 2 മതി. ഒന്ന് നിങ്ങളെ രണ്ടാളും. ഇങ്ങനെ വിശാലമായി കിടക്കുന്ന സ്ഥലം നോക്ക്. ഫുള്ള് ഇതാണ്. ബൈക്കിനാകുമ്പോ ഭയങ്കര റിസ്ക് ആണ്. അവിടെ ഒരു വീട്. അങ്ങോട്ടൊക്കെ ഫുള്ള് വെട്ടുപാറ സ്ഥലമാണ്. വീടല്ലേ? മഞ്ഞളങ്കാട്. അവിടെ ആ മേലെ കാണുന്ന സ്ഥലം ഉണ്ടോ? അവിടെയാണ് ബോക്സൈറ്റ് കുഴിച്ചെടുത്തോണ്ടിരുന്നത്. ബോക്സൈറ്റ് അതൊക്കെ ഒഴിവാക്കില്ലേ? അത് ഇവിടുന്ന് ആന്ധ്രന്നൊക്കെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. തെലുങ്കാനന്നൊക്കെ. അതിന്റെ പുറകെ സൈഡില്, അപ്പുറ സൈഡില് എത്ര വണ്ടികളാ വന്നോണ്ടിരുന്നറിയോ? അതെല്ലാം നിർത്തി. അതൊക്കെ ആ ഉടനെ തന്നെ നിർത്തിയില്ലേ? അത് ഇവിടെ അല്ലേ? ഇവിടെ അല്ലത്. കുറച്ചുകൂടി അപ്പുറത്താണ്. കൊല്ലംപാറ എത്തി. അടുത്ത് ഇങ്ങനെ ഒരു വളവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു തോളയിൽ എത്തുന്നതിന് മുന്നേ പമ്പ് ഉണ്ട്. അവിടെ പമ്പ്. ചിലപ്പോഴൊന്നും അറിയില്ലല്ലേ. വലിയൊരു വീട് വരുന്നുണ്ട്. ഇങ്ങനെ രസമുണ്ടല്ലേ അതിലങ്ങനെ പോകുമ്പോ. അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ. ആദ്യമൊക്കെ ഈ ഒരു ഏരിയ വീടുകളാരും വെക്കലായിരുന്നു. കാരണം വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ കുറച്ച് താഴോട്ടെ വെള്ളം കിട്ടുള്ളായിരുന്നു. പിന്നെ ബോർവെല്ലൊക്കെ അടിക്കൽ തുടങ്ങി. ഇവിടെ കണ്ട് കിണർ കുത്തിയിട്ട് ബോർവെല്ലൊക്കെ അടിക്കൽ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് വെള്ളം കിട്ടാൻ എല്ലാവരും ഇങ്ങോട്ട് ഈ റോഡ് സൈഡിലോട്ട് വീട് വെച്ച് വരാൻ തുടങ്ങിയത്. ഒരു ബസ് വരുന്നുണ്ടല്ലോ. മുത്തപ്പൻ ഡിങ്കൻ കാഞ്ഞങ്ങാട് നീലേശ്വരം. കാൽച്ചാമരത്തില്ലേ? വേറെ ഏത് സ്ഥലമാണ്? ഇവിടെ ഇങ്ങോട്ട് വേറെ എന്തോന്ന് പറയാ. വീട്ടിലെ ആളുണ്ടായില്ലല്ലോ. ഇല്ല. കുന്നംകൈ 9 കിലോമീറ്റർ. എത്ര? 9 കിലോമീറ്റർ. ഫുള്ളിങ്ങനെ വെട്ടുകല്ലിന്റെ ഏരിയയാണ്. ഞങ്ങള് ഫസ്റ്റ് കണ്ടപ്പോ ഞങ്ങൾ ഇങ്ങനെ എത്ര ദൂരത്തിലറിയ വെട്ടുകല്ല് കിടക്കുന്ന. അങ്ങനെ ആദ്യം പറഞ്ഞ ഞങ്ങൾക്കൊരു ഐഡിയ ഒന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ചാൾ പോകുമ്പോഴാണ് പിന്നെ മണ്ണുള്ളത്. നമ്മളെ യാത്രേന്റെ കാഴ്ചകളും സംഭവങ്ങളും ഒന്നും അറിയാതെ ലച്ച് നല്ല ഉറക്കാണ്. തലയെടുക്കെത്തി. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ബോക്സൈറ്റ് കുഴിക്കുന്ന സ്ഥലം. എഴുതി വെച്ചേക്കുന്നുണ്ടോ? KCCP ലിമിറ്റഡ്, ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ്, കരിന്തള യൂണിറ്റ്. അതായത് ഞാൻ ഇവിടെ അവിടുന്നൊക്കെയാണ് സാധനം
ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ല. ആ അങ്ങാണ്ട് കൊറേ മണ്ണ് ഇതാക്കിയോ എല്ലാം കാണാം. അവിടെയൊക്കെ എന്തൊക്കെയോ നട്ടുണ്ട് ഇപ്പൊ. അതന്നെ അവിടെ ഇപ്പൊ എന്തൊക്കെയോ വാഴ, തെങ്ങ്, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നട്ടുണ്ട്. എന്താ പരിപാടി? നുറുക്കന്നെ പാർട്ടി ഓഫീസ് കണ്ടോ? അടച്ചിട്ടേക്കാണല്ലോ, ആരും ഇല്ലല്ലോ. പാർട്ടി ഓഫീസിൽ തന്നെ എപ്പോഴും ഉണ്ടാവുന്നില്ല. കരിന്തളപ്പൊടി ഇത് തലയെടുക്കല്ലേ? തലയടക്കം കഴിഞ്ഞു. കരിന്തളം എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പൊ ഏതാ? ഇതിപ്പോ എവിടെത്തി? നമ്മൾ തോളനി അമ്പലത്തിന്റെ അടുത്ത് തന്നെ. തോളനി അമ്പലം. നെല്ലിയടക്കം റോഡ്. കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രമാണിത് അല്ലേ? ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടേക്ക് വരാറുണ്ട്. അവിടുത്തെ ലോഡ്ജുകളൊക്കെ കണ്ടില്ലേ അങ്ങനെ ഇഷ്ടം പോലെ. ആദ്യം ഇവിടെ ഒന്നും അധികം ഇതൊന്നുമില്ലായിരുന്നു, അതുകൊണ്ടൊക്കെ ഇഷ്ടം പോലെ. ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അടിപൊളി സെറ്റാക്കാൻ. ഇതാണ് നമ്മളെ തോളനി അമ്പലം. എൻ്റെ ഫ്രണ്ട് എന്നാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. ഓ അടിപൊളി ഒരു വീടുണ്ട് അവിടെ. ഇവിടെ നമുക്ക് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ മറ്റു സംഭവങ്ങളൊക്കെ എന്താണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വരുന്നുണ്ട്, B.Ed കോളേജ് ഉണ്ട്, പിന്നെ ചായോത്ത് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ബസ് റൂട്ട് ഇഷ്ടം പോലെ ഉള്ളതാണ്. നല്ലൊരു ഏരിയയാണ് ഈ ഒരു ഭാഗത്തുള്ള അല്ലേ? അതെ, വെള്ളരി കൊണ്ട് പോണ ബസ്സാണ്. അപ്പം നമ്മൾ കരിന്തളം എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഏതാനും മിനിറ്റുകൾക്കകം. മിനിറ്റുകൾക്കകല്ല, സെക്കൻഡുകൾക്കകം നമ്മൾ കരിന്തളത്തെത്തി. ഇതാണ് കരിന്തളം. അതാണ്. അപ്പം ഇവിടെ നമുക്ക് ഇനി ഒരു വീഡിയോ എടുക്കാനുണ്ട്. അപ്പൊ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ. ഇനി അതിന്റെ ഓണറെ വിളിക്കണം. പിന്നെ ഇതാണ് വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസ്. അപ്പോൾ നമുക്ക് ഓണറെ ഒന്ന് വിളിക്കണം. ഓണറെ വിളിച്ചിട്ട് കാര്യങ്ങൾ എവിടെയാണെന്നുള്ളതൊക്കെ ഒന്ന് സംസാരിക്കണം. എവിടെയോ ആണ്, പ്ലോട്ട് കാണണം. കുറച്ച് പരിപാടികളുണ്ട് വീഡിയോ എടുക്കാൻ. അങ്ങനെ കുറച്ച് അല്ലറ പരിപാടികളൊക്കെ ഉണ്ട്. മഴയൊക്കെ നല്ലോണം, മഴ വരാനുള്ള സാധ്യത ഇപ്പം നല്ലോണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വീഡിയോ എടുത്തിട്ട് നമ്മളെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനലിൻ്റെ പേര് മറക്കണ്ട, സ്വർഗ റിയൽ എസ്റ്റേറ്റ്. പിന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് ഒപ്പം കൂടാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തോളി. നമ്പർ 98 95 18 18 86. അപ്പം എന്നാൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ? നമുക്ക് ബൈ.